നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ രണ്ടിടങ്ങളിലായി ഉണ്ടായ അപകടങ്ങളിൽ 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സലാലയിലേക്കുള്ള റോഡിൽ 2 ഇടങ്ങളിലായാണ് ഈ അപകടങ്ങൾ ഉണ്ടായത്. അൽവുസ്ത ഗവർണറേറ്റിലെ ഹൈമയിലാണ് 2 അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആദ്യ സംഭവത്തിൽ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർ മരണപ്പെടുകയും കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം മറ്റൊരു സംഭവത്തിൽ ഖർന് അൽ ആലം ഏരിയയിൽ ഉണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അപകട സ്ഥലങ്ങളിലെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവരെ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. അതേസമയം UAEയിൽ വെള്ളിയാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ 2 പേരാണ് മരിച്ചത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ 5ഓടെ ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലാണ് ഈ അപകടമുണ്ടായത്. ട്രക്കും പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. മരിച്ചവരും പരിക്കേറ്റവരും ഏത് രാജ്യക്കാരാണെന്ന് അധികൃതർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അബുദാബി ദിശയിലേക്ക് പോകുന്ന റോഡിലായിരുന്നു അപകടമുണ്ടായത്. വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കാത്തതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തെക്കുറിച്ച് പോലീസ് കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമിലേക്ക് പുലർച്ചെ 5-നാണ് ഫോൺ ലഭിച്ചതെന്ന് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ആക്ടിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലേം ബിൻ സുബൈദാൻ പറഞ്ഞു. ട്രക്കിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുന്നതിൽ പിക്കപ്പ് ഡ്രൈവർ പരാജയപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ സൂചന ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. അപകടസ്ഥലത്ത് പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനും അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനുമായി എമർജൻസി ടീമുകൾ, ഫസ്റ്റ് റെസ്പോണ്ടർമാർ, ട്രാഫിക് പോലീസ് പട്രോളിംഗ് എന്നിവരെ ഉടൻ തന്നെ അപകടസ്ഥലത്തേക്ക് അയച്ചെന്നും കൂട്ടിച്ചേർത്തു. ഗുരുതര പരിക്കേറ്റവരെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.